യൂട്യൂബർ സഞ്ജു ടി.എസിന്റെ ലൈസൻസ് ആജീവനാന്തം വിലക്കിയതിലൂടെ ശക്തമായ താക്കീതാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. പിഴയൊടുക്കി നിയമലംഘനം തുടരാമെന്ന ബ്ലോഗർമാരുടെ മനോഭാവത്തിലുള്ള മറുപടി കൂടിയാണ് ഹൈക്കോടതി ഇടപെടലും തുടർ നടപടികളും. വണ്ടിയല്ല ഓടിക്കുന്നത്. ഇപ്പൊ എന്റെ ലൈസൻസ് എങ്ങനെ കട്ടായിരുന്നെങ്കിൽ എനിക്കിത് ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞ ഈ മീഡിയ ഉണ്ടല്ലോ, അവര് പറയണ കംപ്ലീറ്റ്ലി നിങ്ങളാരും വിഴുങ്ങല്ലോ. യൂട്യൂബർ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന സജു ടി.എസിനെതിരെ കടുത്ത നടപടിയുമായി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. സജുവിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. മോട്ടോർ വാഹന നിയമലംഘനങ്ങളിലാണ് നടപടി. ഈ മീഡിയ ഉണ്ടല്ലോ, അവര് പറയണ കംപ്ലീറ്റ്ലി നിങ്ങളാരും വിഴുങ്ങല്ലോ. മെയ് 18-നാണ് സഞ്ജു ടെക്കി യൂട്യൂബ് ചാനലിൽ ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സഞ്ജു ടി.എസ് എന്ന വ്ളോഗർ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പൊതുനിരത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. തുടർന്ന് അപകടകരമായ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ട ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO സഞ്ജുവിന്റെ കാർ കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ ഉടമ സഞ്ജു ടി.എസ്, വാഹനമോടിച്ച സൂര്യനാരായണൻ എന്നിവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം നടപടിയുമെടുത്തു. ഒരു വെള്ളം നിറച്ച് പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചതിന് ശേഷം അതിനകത്ത് ഒരാൾ, സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കാറ് ഓടിക്കുകയും റോഡിലൂടെ അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും ബാക്കി സജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് അവർ തന്നെ അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്ക് പിന്നാലെ സഞ്ജു വീണ്ടും വീഡിയോ ഇറക്കി. ഇക്കുറി മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ചായിരുന്നു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധ ഇടപെട്ടു. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പൊതുനിരത്തിലിറക്കിയ ഗുരുതര തെറ്റിന് കൂടുതൽ നടപടി സ്വീകരിക്കണമെന്ന് RTOയ്ക്ക് നിർദ്ദേശം നൽകി. RTO എടുത്ത കേസ് കോടതിക്ക് കൈമാറാനും സഞ്ജുവും സുഹൃത്തുക്കളും പ്രോസിക്യൂഷൻ നടപടി നേരിടാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേരളത്തിലുടനീളം നടക്കുന്ന മോട്ടോർ വാഹന നിയമലംഘനങ്ങളും വീഡിയോ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഇടുന്ന വ്ളോഗർമാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് RTO നടത്തിയ പരിശോധനയിൽ സഞ്ജു ടി.എസ് ഇതിനു മുമ്പും നിയമലംഘനം നടത്തിയതായും ഇവ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായും കണ്ടെത്തി. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇതിനു മുന്നേ ഒരു വാഹനം പരിശോധിക്കുകയുണ്ടായി. അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു മൈനറായിട്ടുള്ള യൂട്യൂബറെ ഉപയോഗിച്ച് കാർ ഓടിക്കുകയും അത് കണ്ടെത്തി അതിനെതിരെ ജുവനൈൽ കേസ് എടുത്തിട്ടുള്ളതാണ്. അതിനകത്തും ഈ പറയുന്ന സഞ്ജു ടി.എസ് എന്ന് പറയുന്ന ഇതിനെ പ്രതിയാക്കി കേസെടുത്തിട്ടുള്ളതാണ്. അപ്പം ഒരു മോട്ടോർ വാഹനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായിട്ട് നിയമലംഘനം നടത്തി യൂട്യൂബിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു പ്രവണത നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതിനെ നിയമപരമായ നടപടികളിലൂടെ തന്നെ സ്വീകരിക്കും. എൻഫോഴ്സ്മെന്റ് RTOയുടെ പരാതിയിൽ മണ്ണഞ്ചേരി പോലീസും സഞ്ജുവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തു. നിയമലംഘനങ്ങളിൽ വിശദീകരണം നൽകാൻ സഞ്ജുവിന് എൻഫോഴ്സ്മെന്റ് RTO രേഖാമൂലം കത്ത് നൽകി. നിയമത്തെക്കുറിച്ച് ധാരണ ഇല്ലാതിരുന്നതിനാലാണ് നിയമലംഘനം എന്നായിരുന്നു സഞ്ജുവിന്റെ മറുപടി. ഇതോടെ ലൈസൻസിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നേരത്തെ ആജീവനാന്തം വിലക്കിയിരുന്നു. മോട്ടോർ വാഹന നിയമങ്ങൾ പൊതുനിരത്തിൽ ലംഘിക്കുകയും ഇത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കുമുള്ള താക്കീതാണ് ഹൈക്കോടതി ഇടപെടലിൽ കൂടി നൽകിയത്. പിഴ അടച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് സഞ്ജുവിനെതിരായ നടപടി. ന്യൂസ് മലയാളം, ആലപ്പുഴ.